എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ അവനെ ഇറക്ക്. എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ യാത്രയിലാണ്. നീ ഇവിടെ ഇരിക്കും അമ്മരത്തിരിക്കും നമുക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാന്ന് പറയുമ്പോ അതായത് ഞങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂ അല്ല ഒരു അഭിമുഖമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഞങ്ങൾ വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 12,000 ആൾക്കാർ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ചിലരൊക്കെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ അവനെ ഫുഡ് കൊടുക്കാണ്ട് പട്ടിണിക്ക് ഇട്ട പോലെ തോന്നുന്നുണ്ട്, ഭക്ഷണം കൊടുക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കണത് എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇപ്പോൾ നല്ല കമൻറ്റുകളായിരിക്കില്ല ഇവരെന്നറിയാം. എന്നാലും ചില കമൻറ്റുകൾ കാണുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആ കമൻ്റ് ഒന്ന് വായിച്ചു തരാം. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് കമൻ്റ് ഒന്ന് വായിച്ചു തരാം. ടി വിയുടെ സൗണ്ട് കൊടുക്കുന്നുണ്ട്. കമന്റ് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഇതാണ് കമന്റ് വന്നിരിക്കുന്നത്. ശരിക്കും ഒന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നല്ലോ, വയറൊക്കെ ഒട്ടി വിശന്നിട്ട് വയ്യ എന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. എന്തിനാ ഈ മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുന്നത് എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. ഈ കമന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ 1-2 കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞങ്ങൾ ശരിക്കും അവന് ഫുഡൊന്നും കൊടുക്കാറില്ല, അല്ലെങ്കിൽ ദ്രോഹിക്കാണ്, വീഡിയോ എടുത്തിട്ട് ദ്രോഹിക്കണ പോലെ ആണെന്നൊക്കെ പറയണത്. പിന്നെ അതുപോലെ റീൽസിന് വേണ്ടിയിട്ട് റീച്ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് അവനെ കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ദിവസം പ്രായമുള്ളപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ടൗണിലേക്ക് തൃശ്ശൂർക്ക് പോണ സമയത്ത് ബൈക്കിൽ പോണ സമയത്ത് ഒരു പെറ്റ് കെയറിൽ ഷോപ്പിലാണ് ഇവനെ കണ്ടത്. അത് പുറത്തൊരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാനൊരു പട്ടിക്കുട്ടീനെ കണ്ടിട്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഭയങ്കര ഇഷ്ടമായി അവരെ കണ്ടപ്പോൾ. അങ്ങനെ കണ്ടിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ ഫോണിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നമ്മൾ അവനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് അന്ന് തൊട്ട് ഞങ്ങളുടെ ഒരു മക്കളെ പോലെ തന്നെ, മോനെ പോലെ തന്നെയാണ് അവനവിടെ വളർത്തുന്നത്, നോക്കുന്നത്. അവൻ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പായിരുന്നു. ഭയങ്കര കുറുമ്പെന്ന് വെച്ചെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാ. ചെരുപ്പുകളൊക്കെ കടിച്ച് പൊട്ടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് കടിച്ച് പൊട്ടിക്കുക. പിന്നെ തുറക്കും, ഷെൽഫ് തുറക്കും, ചെരുപ്പുകളൊക്കെ കടിച്ച് പൊട്ടിക്കുക. ഷൂ ആയാലും ചെരുപ്പുകളായാലും എന്താണെങ്കിലും മോൻ്റെ ഉണ്ണിയുടെയൊക്കെ ഷൂകളൊക്കെ പറഞ്ഞ പോലെ സ്കൂളിലത്തൊക്കെ ഷൂകളൊക്കെ ഒരാഴ്ച സ്കൂളിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും അത് കടിച്ച് നിരപ്പാക്കി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ചെരുപ്പ് എവിടെ കണ്ടല്ലോ അവൻ കടിക്കുക. അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും, ഞാൻ നല്ല രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതാക്കി പറഞ്ഞ് മനസ്സിലാക്കലും അടിക്കലും ഒക്കെ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചെരുപ്പുകളൊന്നും ഇപ്പോൾ ഇടുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇന്നാളിപ്പോൾ ഇത് എന്തായി കടിച്ച്. അപ്പോൾ അന്ന് ആ സംഭവം വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ മക്കളായാലും നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് കഴിഞ്ഞിട്ട് ചീത്ത പറയുകയും ചെയ്യും, അടിക്കുകയും ചെയ്യുമല്ലോ. അതുപോലെ തന്നെയാണ് അവൻ്റെ അടുത്ത് ഞങ്ങൾ പെരുമാറുന്നത്. അവനെ സ്നേഹിക്കുകയും ചെയ്യും, അതുപോലെ കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കുകയും ചെയ്യും, പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവന് ഇവിടുത്തെ ഒരു അംഗമാണ്, ഞങ്ങളുടെ ഒരു മോൻ തന്നെയാണ്. ഞങ്ങളൊരു കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ അവളുടെ സ്വന്തം മനിയനായിട്ടാണ് അവൾ കാണുന്നത്.
അങ്ങനെ നോക്കിയപ്പോൾ അന്ന് ആ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഇത്രയും പേര് അത് കാണുമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം നമ്മുടെ ചാനലിൽ അങ്ങനെ റീച്ചൊന്നും ആവാറില്ല. ഒരു 10 പേര് നമ്മളെ സബ്സ്ക്രൈബർ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 8 പേര് മാക്സിമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 പേരൊക്കെ കാണുന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ 100 പേര് കാണാറുണ്ട്. അപ്പോൾ ചില വീഡിയോസിൽ വന്നു. പക്ഷെ ഇത് അങ്ങനെ കാണുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ അന്ന് അവൻ ചെയ്ത കുരുത്തക്കേട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക ഗൈസ്, ഞാൻ ചെയ്ത് തെറ്റാണോ അല്ലേ എന്നുള്ളത്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണത്. ഇത് അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ കുരുത്തം കെട്ടവൻ, ഈ കുരുത്തം കെട്ടവൻ തലോണകൾ. അപ്പോൾ ഈ കുരുത്തം കെട്ടവൻ ചെയ്ത പണി ഗൈസ് നിങ്ങൾക്ക് കാണാം. ഇതാണ് കടിച്ച് നിരപ്പാക്കി പഞ്ഞികൾ മുഴുവൻ, ഇതിൻ്റെ ഉള്ളിലത്തെ പഞ്ഞികൾ മുഴുവൻ അവനത് കാര്യം പറഞ്ഞപ്പോ അവന് മനസ്സിലായി. അമ്മയുടെ പൊന്നിനല്ലാട്ട അമ്മ പറയണത്. ഞാൻ ഇവനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറയണത് കേട്ടോ ഗൈസ്. ഞാൻ ഇവനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവനെ കുറിച്ചിട്ടല്ല പറയണത്. അപ്പോൾ ഈ ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ടത് ഈ സംഭവമാണ്. നിരപ്പാക്കി കടിച്ച് നിരപ്പാക്കിയിട്ട് ഈ മാതിരി കാട്ടായങ്ങൾ കാണിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ എന്ത് വേണം? പക്ഷെ അന്ന് ഈ സംഭവം ഞാനത് ഇതാണ് കടിച്ച് നിരപ്പാക്കിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. കാരണം അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അവനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു, ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടനും മോനും കൂടിയിട്ട് വന്നു. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ബിരിയാണി ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ചോദിക്കണത്. ബിരിയാണിയൊക്കെ ഞങ്ങൾ അവന് കൊടുക്കും. ഞങ്ങളൊന്നും കൊടുക്കാണ്ടൊന്നും ഞങ്ങൾ കഴിക്കില്ല. അവന് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. ഞങ്ങൾ കഴിക്കേണ്ട വെച്ചാൽ അവന് കൊടുക്കും. അപ്പോൾ അന്ന് അവനാളൊപ്പം കസേരയിൽ വരെ കയറിയിരിക്കും അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അവൻ അന്ന് ചെയ്ത കുരുത്തക്കേടാണ് ഗൈസ്. ഇതാണ് അവൻ അന്ന് ചെയ്ത കുരുത്തക്കേട് എന്ന് വിചാരിച്ച് ഞാൻ അവനെ അടിച്ചൊന്നുമില്ല അന്ന്. കാരണം വെച്ചാൽ ചീത്ത പറഞ്ഞോളൂ. അപ്പോൾ ചീത്ത അവന് മനസ്സിലായി ഞാൻ പറഞ്ഞത് അവൻ ചെയ്തത് തെറ്റാന്ന് അവൻ മനസ്സിലായപ്പോഴാണ് അവൻ ആ മുഖം തല താഴ്ത്തിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നത്. അത് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനറിയാം. പിന്നെ ആര് വിളിച്ചാലും അവൻ പോവില്ല. പിന്നെ ഞാൻ തന്നെ വിളിച്ചിട്ട് അവനെ ആ കയ്യിലുള്ള ചൂരിൽ മാറ്റി വെച്ച് അവനെ സമാധാനിപ്പിച്ചാൽ മാത്രം അവൻ വരുള്ളൂ. അല്ലെങ്കിൽ അവൻ വരില്ല. അവന് പേടിയാണ്. ഞാൻ അടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞിച്ച് കള്ളായി പോകും. ഞാൻ അടിക്കുകയൊക്കെ ചെയ്യും അവനെ. അപ്പോൾ എല്ലാവരും കമൻറ്റ്, അപ്പോൾ എല്ലാവരും നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലത്തെ അതായത് നമ്മൾ ഒരു 100 കമൻറ്റ് വന്നിട്ട് ചെയ്ത് അതൊന്നും നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ നമ്മളത് കുഴപ്പമില്ലാത്ത വിധത്തിൽ വിടും. പക്ഷേ എന്തെങ്കിലും ഒരു വിഷമമുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യുമെന്ന് പറയുന്നത് സത്യം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അല്ലാത്ത വിഷമം തോന്നി. ഫുഡൊന്നും കൊടുക്കണില്ല, മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുകയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തതായി. അപ്പോൾ അതിൻ്റെ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്, വേറെ ഒന്നല്ല. അപ്പം ഞങ്ങളുടെ ടുട്ടു എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു അംഗമാണ്. ടുട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ്. ടുട്ടില്ലാത്ത ഞങ്ങൾ പുറത്തേക്കൊക്കെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവനെ യാത്രകളൊക്കെ കൊണ്ടുപോകാറുണ്ട് അടുത്തേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ ഇപ്പോൾ ദൂരയാത്ര ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ ദൂരയാത്രയായിരുന്നു. പളനിയിലേക്കും എല്ലായിടത്തും ഗുരുവായൂർക്കും എല്ലായിടത്തേക്കും പോകില്ലുണ്ട്. എവിടെ പോവുകയാണെങ്കിലും അവനെ കൊണ്ടുപോയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. എല്ലാതും അവനുള്ള കാര്യങ്ങളെല്ലാതും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത് ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവരോടും നന്ദി, താങ്ക് യു. അപ്പോൾ അങ്ങനെ ടാറ്റാ ബൈ ബൈ.